ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കായ് ലവ് എന്ന ഫിലിപ്പിയൻ മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നായികയായിട്ടുള്ള സോഫിയയാണ് കാണിക്കുന്നത്. നായിക ഗ്ലാമറസ് ആയിട്ടെല്ലാം ഡ്രസ് ചെയ്ത ശേഷം PTM Plus വെബ്സൈറ്റ് എല്ലാം ഓപ്പൺ ചെയ്തുകൊണ്ട് അതിലൂടെ ലൈവായി തന്റെ ബോഡി എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അവൾ ആ വെബ്സൈറ്റിലുള്ള വ്യൂവേഴ്സിനോട് താൻ പറയുന്ന കോയിൻസുകളെല്ലാം അയച്ചു തരികയാണെങ്കിൽ അവർ പറയുന്ന കാര്യമെല്ലാം ആ ലൈവിൽ താൻ ചെയ്ത് കാണിക്കാമെന്ന് അവരോട് പറയുന്നു. ഇത് കേട്ടതും ആ വ്യൂവേഴ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി നായിക ചോദിച്ചതിനേക്കാളും ഇരട്ടിയോളം കോയിൻസ് എല്ലാം അവൾക്ക് അയച്ചു കൊടുക്കുന്നു. അവരുടെ ഈ ലൈവ് എല്ലാം പോകുന്നതിനിടയിൽ പെട്ടെന്ന് ആ റൂമിലേക്ക് ഡോറെല്ലാം തുറന്നുകൊണ്ട് അവളുടെ ഫ്രണ്ടായിട്ടുള്ള ക്ലാര കടന്നു വരുന്നു. ക്ലാരയെ കണ്ടതും അവൾ ഉടൻ തന്നെ ഡോറിന്റെ അവിടേക്ക് ചെന്നുകൊണ്ട് ക്ലാരയോട് താൻ ഇപ്പോൾ കുറച്ച് ബിസിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ റൂമിൽ നിന്നും പറഞ്ഞേക്കുന്നു. ഈ സമയം വ്യൂവേഴ്സ് എല്ലാം ലൈവിലൂടെ ക്ലാരയെ കാണാനിടയാവുന്നു. അവർ നായികയോട് ക്ലാരയും കൂടി അവളുടെ വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ആദ്യമൊന്നും നായിക ഇതിനുവേണ്ടി കൂട്ടാക്കുന്നില്ലെങ്കിലും അവർ ഒരുപാടധികം കോയിൻസ് എല്ലാം അയച്ചുകൊണ്ട് നായികയുടെ മനസ്സെല്ലാം മാറ്റുന്നു. അവിടെ കച്ചിത് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള സീനാണ് കാണിക്കുന്നത്. ആ സമയം നായിക ക്ലാരയോട് അവർക്ക് ഹൗസ് റെന്റ് കൊടുക്കാൻ വേണ്ടി പൈസയില്ലെന്നും എങ്ങനെയെങ്കിലും കുറച്ച് പൈസയെല്ലാം റോൾ ചെയ്ത് തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതും ക്ലാര താൻ ഇന്ന് തന്റെ കാമുകനെ കാണാൻ വേണ്ടി പോകുന്നുണ്ടെന്നും അതുകൊണ്ട് അവന്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസയെല്ലാം മേടിച്ചുകൊണ്ട് നമുക്ക് ഈ മാസത്തെ റെന്റ് എല്ലാം റോൾ ചെയ്യാമെന്ന് നായികയോട് പറയുന്നു. ക്ലാര പോയ ഉടൻ തന്നെ നായിക തന്റെ ഇന്നത്തെ ജോലിയെപ്പറ്റി അറിയാനായി തന്റെ ബോസിനെ വീഡിയോ കോൾ എല്ലാം ചെയ്യുന്നു. എന്നാൽ ആ സമയം ബോസ് നായികയോട് അവർക്ക് ഒരുപാട് ജോലിക്കാരെ ഒന്നും അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ലെന്നും അതുകൊണ്ട് നായികയോട് അവിടെ നിന്നും പൊക്കോളാൻ വേണ്ടി പറയുന്നു. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ വന്ന ആക്ഷൻ ആയതുകൊണ്ട് നായിക ചെറുതായിട്ടൊന്നും ഞെട്ടുന്നു. അവൾ ബോസിനോട് തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അയാൾ തനിക്ക് പേയ്മെന്റ് ഒന്നും തരാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നായികയോട് വേറെ ജോലിയെല്ലാം അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു. അവിടെ കച്ചിത് തന്റെ ബോയ് ഫ്രണ്ടുമൊത്ത് പരിപാടിയെല്ലാം നടത്തുന്ന ക്ലാരയെയാണ് കാണിക്കുന്നത്. പരിപാടിയെല്ലാം കഴിഞ്ഞതും ബോയ് ഫ്രണ്ട് വാഷ്റൂമിൽ പോയ നേരം ക്ലാരയ്ക്ക് അവന്റെ ഫോണിൽ നിന്നും അവൻ തന്നെ ചീറ്റ് ചെയ്യുകയാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. ഇതറിഞ്ഞതും ക്ലാര അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ക്ലാര തന്റെ ബോയ് ഫ്രണ്ട് തന്നെ ചീറ്റ് ചെയ്ത കാര്യമെല്ലാം നായികയോട് പറയുന്നു. അവർക്ക് പൈസ കിട്ടാനുള്ള മാർഗമെല്ലാം അടഞ്ഞുവെന്ന് മനസ്സിലാക്കിയ നായിക ക്ലാരയോട് അവരുടെ കൂടെ കോളേജിൽ പഠിക്കുന്ന ജിക്കി എന്ന കുട്ടിയുടെ കയ്യിൽ നിന്നും പൈസയെല്ലാം കടം മേടിക്കാമെന്ന് പറയുന്നു. അവിടെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ക്യാൻറ്റീനിൽ വെച്ച് ജിഗിയെ മീറ്റ് ചെയ്യുന്ന നായികയാണ് കാണിക്കുന്നത്. നായിക തന്റെ ബുദ്ധിമുട്ടുകളെല്ലാം ജിഗിയോട് പറയുന്ന സമയം ജിഗി നായികയ്ക്ക് പൈസയെല്ലാം ഉണ്ടാക്കാനായി ഒരു മാർഗം പറഞ്ഞു തരാമെന്ന് പറയുന്നു. എന്നാൽ ജിഗി പറഞ്ഞു കൊടുത്ത ഐഡിയ ആദ്യമൊന്നും നായിക വിശ്വസിക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. ഇത് കണ്ടതും അവൾ നായികയും കൂട്ടിക്കൊണ്ട് അവൾ താമസിക്കുന്ന റൂമിലേക്ക് പോകുന്നു. റൂമിലെത്തിയതും അവൾ ആ വെബ്സൈറ്റിന്റെ ലൈവ് എല്ലാം ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നായികയുമൊത്ത് ഒരു പരിപാടിയെല്ലാം ലൈവായി ചെയ്യുന്നു. ജിഗി അന്ന് കിട്ടിയ റവന്യൂവിൽ നിന്നും നായികയ്ക്ക് അവളുടെ ഷെയറായി കുറച്ച് പൈസയെല്ലാം കൊടുക്കുന്നു. ഇതിൽ നിന്നും പൈസയെല്ലാം കിട്ടുമെന്ന് മനസ്സിലാക്കിയ നായിക തനിക്കും സ്വന്തമായിട്ടൊന്ന് തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ സ്ഥിരമായി വെബ്സൈറ്റിൽ ലൈവെല്ലാം പോകാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ അവൾ എങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ടും ആദ്യമൊന്നും ഒട്ടും തന്നെ റീച്ച് ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ പ്രസന്റിൽ ക്ലാര വന്ന ദിവസമാണ് നായികയ്ക്ക് ആദ്യമായി അതിൽ നിന്നും ഒരുപാടധികം റവന്യൂ എല്ലാം ലഭിക്കുന്നത്. ആ ലൈവിലുണ്ടായിരുന്ന ഒരു വ്യൂവറായിട്ടുള്ള വ്യക്തി ക്ലാരയുമൊത്ത് ലൈവിലൂടെ ഒരു പരിപാടിയെല്ലാം നടത്തുകയാണെങ്കിൽ 10,000 കോയിൻസ് തരാമെന്ന് നായികയ്ക്ക് ഒരു ഓഫർ എല്ലാം കൊടുക്കുന്നു. ഇത്രയും വലിയ ഓഫർ ലഭിച്ചതുകൊണ്ട് നായികയുടെ മനസ്സും ചെറുതായിട്ടൊന്ന് മാറുന്നു. അവൾ പിറ്റേ ദിവസം തന്നെ ക്ലാരയെ മീറ്റ് ചെയ്തുകൊണ്ട് അവളോട് ഈ ഓൺലൈൻ ലൈവ് വെബ്സൈറ്റിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ക്ലാരയ്ക്കാണെങ്കിൽ ഇതെന്താണ് എന്ന് പോലും ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. നായിക ക്ലാരയ്ക്ക് തലേന്ന് താൻ ലൈവിൽ വന്നതുകൊണ്ട് ഒരുപാട് പൈസയെല്ലാം തനിക്ക് ലഭിച്ചെന്നും അതിന് കാരണം നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ലൈവിൽ നിന്നും കിട്ടിയ പൈസയിൽ നിന്നും കുറച്ച് പൈസയെല്ലാം ക്ലാരയ്ക്ക് കൊടുക്കുന്നു. പൈസ കിട്ടിയതും ക്ലാരയുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറുന്നു. അവൾ നായികയുടെ കൂടെ ലൈവിൽ വരാമെന്ന് അവൾക്ക് ഉറപ്പെല്ലാം കൊടുക്കുന്നു. അവിടെ കച്ചിത് ഈവനിങ്ങിൽ ക്ലാരയും നായികയും കൂടി ആ വെബ്സൈറ്റിൽ ലൈവായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടിയുള്ള ഡ്യുവറ്റ് ആയതുകൊണ്ട് ഒരുപാടധികം വ്യൂവേഴ്സ് വന്നുകൊണ്ട് അവർക്ക് കുറെ ടിപ്സ് എല്ലാം കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറിക്കൊണ്ട് അവർ അവരുടെ ഇഷ്ടത്തിനുള്ള ജീവിതമെല്ലാം നയിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കോളേജിൽ വെച്ച് ക്ലാരയുടെ കാമുകൻ അവനെ പറ്റിയ തെറ്റെല്ലാം ക്ലാരയോട് ഏറ്റുപറയുന്നു. ക്ലാരയുടെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതായതുകൊണ്ട് അവൾ ഉടൻ തന്നെ അവനെയും കൂട്ടിക്കൊണ്ട് കോളേജിന്റെ ബാക്ക് സൈഡിൽ ചെന്ന് ഒരു പരിപാടിയെല്ലാം നടത്തുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ക്ലാര നായികയും കൂട്ടിക്കൊണ്ട് തന്റെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു പാർട്ടിയെല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. പാർട്ടിയിൽ വെച്ച് ക്ലാരയും ബോയ് ഫ്രണ്ടും കൂടി ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറുന്നത് കണ്ട് നായികയ്ക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഇത് കണ്ടതും ക്ലാരയുടെ മുമ്പിൽ വെച്ച് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുമൊത്ത് ഒരു പരിപാടിയെല്ലാം നടത്തുന്നു.
ഇതിൽ നിന്നും ആ ലൈവ് കാരണം ക്ലാരയും നായികയും തമ്മിൽ പ്രണയത്തിലായി എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. പാർട്ടിയിൽ വെച്ച് ഒരുപാടധികം മദ്യപിച്ചതുകൊണ്ട് ക്ലാര തന്റെ ബോയ്ഫ്രണ്ടിനോട് അവർ ലൈവായി ഇങ്ങനെ സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ബോയ്ഫ്രണ്ട് അവളോടും നായികയോടും ആ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ മദ്യത്തിന്റെ ഹാങ് ഓവർ എല്ലാം ഇറങ്ങിയ ശേഷം ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം ക്ലാരയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ഈ സമയം തന്റെ ബോയ്ഫ്രണ്ട് തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് മനസ്സിലാക്കിയതും ക്ലാര അതിന്റെ പേരിൽ അവിടെ വെച്ച് പൊട്ടിക്കരയുന്നു. എന്നാൽ നായികയാണെങ്കിൽ അവൻ പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാരയുമൊത്ത് ക്ലോസ് ആയിട്ടെല്ലാം ഇരിക്കുന്നു. ആ സമയം ക്ലാരയ്ക്കും നായികയോട് ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റ് എല്ലാം വീണ്ടും തോന്നുന്നു. അവർ രണ്ടുപേരും കൂടി ലൈവ് എല്ലാം ഓണാക്കി വെച്ച ശേഷം ആ റൂമിൽ ചെന്ന് ലൈവായി ഒരു പരിപാടിയെല്ലാം നടത്തുന്നു. കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ മൂവീസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.